പ്രവൃത്തി. പ്രായപൂർത്തി ആയവയുടെ ആൺപെൺ ബന്ധപ്പെടലും ജനിക്കുന്ന കുട്ടികളുടെ പരിചരണവും എല്ലാം താഴേക്കിടയിലുള്ള ജന്തുക്കളും അവയുടേതായ നിയമ നിയന്ത്രണ സങ്കല്പങ്ങളിലൂടെ നടപ്പാക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ വ്യത്യസ്തമായ ഒരു ജീവിത സങ്കല്പം അഥവാ വിചാരപരമായ ഔന്നത്യം മനുഷ്യൻ ഒഴികെയുള്ള ജീവനുകളിലൊന്നും വന്നുപെടുന്നില്ലെന്ന് കാണാം. മാതൃപിതൃ സങ്കല്പങ്ങളും സഹോദരഭാവവും അന്യതാ സങ്കല്പങ്ങളും വളരെയൊന്നും കടന്നു വന്നിട്ടില്ലാത്ത ഈ ബോധതലം മനുഷ്യനെ സംബന്ധിച്ചും ജീവവികാസത്തിൻ്റെ ആരംഭകാലത്ത് നിലനിൽക്കുന്നതായി കാണുന്നു. ജീവൻ മനുഷ്യാവസ്ഥയിൽ എത്തി തലമുറകൾ കടന്ന് മുമ്പോട്ട് പോകുന്ന വഴിയിൽ ജീവസൂക്ഷ്മതയുടെ പൊരുളിനെ കുറെയെങ്കിലും അറിഞ്ഞിട്ടുള്ള സമൂഹങ്ങൾ ആൺപെൺ ജീവിതങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതായി കാണാനാവുന്നു. സൂര്യനും ഭൂമിയും ഇതര ഗോളങ്ങളും പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ആൺപെൺ ബന്ധത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ക്രമീകരണം ഉണ്ടായി വന്നിരിക്കുന്നത് എന്ന് കാണാം. ജീവന്റെ അടിസ്ഥാന വാസനകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആൺപെൺ ബന്ധ താൽപ്പര്യങ്ങളെ നിയമം മൂലം നിയന്ത്രിച്ച് മനോവ്യാപാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ക്രമീകരണം ഉണ്ടാക്കി നടപ്പാക്കുന്ന കുടുംബ ബന്ധങ്ങളെന്നത് സൗരയൂഥ ഗോളങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തനത് സ്വഭാവത്തിൽ എത്തി നിൽക്കുന്നതായി കാണാനാവുന്നു. ജീവനെ ത്രസിപ്പിക്കുന്ന മൃഗീയ വാസനകളെ കുടുംബ ബന്ധങ്ങളിലൂടെ നിയന്ത്രിച്ച് കർമ്മധർമ്മങ്ങളിലൂടെ മനുഷ്യതരമായ പ്രവർത്തന രീതിയും ജീവിത ക്രമവുമാക്കുന്നു. കുടുംബ ബന്ധം എന്ന ക്രമീകരണത്തെ ലക്ഷ്യമില്ലായ്ക നിമിത്തം ഗുണകരമല്ലാത്ത വിനിയോഗം കൊണ്ട് നഷ്ടമാവുന്ന സങ്കല്പതരമായ ഊർജത്തെ ജീവവികാസത്തിനായി വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുന്ന കാരണബോധമുള്ള പദ്ധതി എന്നതായാണ് കാണാനാവുക. ക്രമീകൃതമായ ജീവിതമെന്നാൽ കാരണങ്ങൾ കണ്ടറിഞ്ഞു വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിഷ്ഠയോടെയുള്ള പ്രവർത്തനശേഷി ആർജിക്കലിൻ്റെ പരിശീലനവുമാകുന്നു. ആണും പെണ്ണുമായ ജീവവിശേഷങ്ങളുടെ അടിസ്ഥാന സ്വഭാവമായ പരസ്പരാകർഷണ സംഗമ പ്രവർത്തനങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തുമ്പോഴാണ് അറിവും അവകാശവും പദവികളുടെ വൈപുല്യവും പുരോഗതിയും കുടുംബവും സമൂഹവുമായ യോഗ്യതയും സംഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. ഇവിധം ജീവിതത്തിൻ്റെ പൊരുളറിയുന്ന ഉന്നത ജീവനുകൾ കാര്യകാരണങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ കൂടിയും എല്ലാ ജീവനുകൾക്കും ഗുണകരമായ നിയമങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നു. പ്രാപഞ്ചികമായ അടിസ്ഥാന സൂക്ഷ്മ ഗുണങ്ങളുടെ നിക്ഷിപ്താവസ്ഥ കാരണമായി മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികൾക്കും അവയുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും വളർത്താനുമുള്ള വാസന ശക്തമാണ്. ജീവിക്കാനും തലമുറകളെ ക്രമീകരിക്കാനുമുള്ള ജീവികളുടെ ശക്തമായ വാസനയും അതിനൊത്ത പ്രാപ്തിയും എന്നത് പ്രായപൂർത്തിയും പ്രത്യുൽപാദന ശേഷിയും ആർജിച്ച് പുതുജീവനെ ജനിപ്പിക്കുന്ന പ്രകൃതിയുടെ ശേഷിക്ക് തുല്യത പ്രാപിച്ച അവസ്ഥയും സൃഷ്ടികളാവുന്ന ജീവികളെ സംരക്ഷിക്കാനുള്ള പ്രകൃതിയുടെ അറിവിന് തുല്യമായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള വാസനയും ആകുന്നു. ജന്തുക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തി എത്തുന്നതോടെ ജീവന് പരമാവധി ആകാവുന്ന വളർച്ചാപൂർത്തീകരണം സാധിക്കുകയും മാതാപിതാക്കളായ ജീവികൾക്ക് തുല്യമാവുകയും സങ്കല്പ വൈവിധ്യം ഇല്ലായ്ക നിമിത്തം വാസനകൾക്കും ആവശ്യങ്ങൾക്കും ഒത്തവിധം പ്രവർത്തിക്കുകയും എന്നതല്ലാതെ ബന്ധങ്ങളിൽ മനുഷ്യനെപ്പോലെ വ്യത്യസ്തത കാണാൻ മിക്കവാറും കെൽപ്പില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു. ബന്ധങ്ങളിൽ വ്യത്യസ്തത കാണാൻ കെൽപ്പില്ലാതെ ഇരിക്കുമ്പോൾ മാതൃ പിതൃ സഹോദര ബന്ധ സങ്കല്പങ്ങൾ അപ്രസക്തമായിരിക്കുക തന്നെ ചെയ്യുന്നു. ജീവതരമായ അവസ്ഥാ വൈവിധ്യങ്ങൾ ഇപ്രകാരമായിരിക്കെ നിഷ്ഠയില്ലാത്ത മനുഷ്യജീവിതം മൃഗീയമായ വാസനകളിൽ നിന്ന് മുക്തമാവാത്തതും പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മഗതിക്കൊത്ത് ഏറെയൊന്നും ഉയർന്നിട്ടില്ലാത്തതും വളർച്ച പ്രാപിക്കുന്നതിനായി മറ്റു മനുഷ്യർക്ക് അനുകരണീയം അല്ലാത്തതും എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. ജന്തുതര വാസനകൾ ശക്തമായിരിക്കുന്ന മനുഷ്യർ
ഉന്നത വിചാരങ്ങളാൽ നിർമ്മിതമായ നിയമ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകാതിരിക്കുമ്പോൾ ആ ജീവനുകൾ അറിയാതെ തന്നെ ജന്തുതരമായ താണ നിലവാരത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രാപഞ്ചികമായ യാഥാർത്ഥ്യം. പിതാവും മാതാവും സഹോദരനും സഹോദരിയും മകനും മകളും ഒക്കെയായി മനുഷ്യബന്ധങ്ങളെ എടുത്തു കാണുന്ന അറിവിൻ്റെ സംസ്കാരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മാനവരാശിക്ക് ഇന്നത്തെ ഭൗതിക പുരോഗതിയിലും ആത്മീയ കാഴ്ചപ്പാടിലുമൊക്കെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ തരത്തിലുമുള്ള സാമൂഹിക പുരോഗതിയുടെയും അടിസ്ഥാനം കുടുംബം എന്ന കാഴ്ചപ്പാടോടെയുള്ള മനുഷ്യന്റെ പ്രവർത്തന മുന്നേറ്റം തന്നെ ആയിരുന്നു. കുടുംബവും സമൂഹവുമെന്ന അതിശക്തമായ നിയമത്തിൽ ഉറച്ചു നിൽക്കുവാൻ പക്ഷേ പരിണാമത്തിൻ്റെ വഴികളിൽ അസംഖ്യം ശരീരങ്ങളിൽ വസിച്ചു പ്രവർത്തിച്ച ജീവവാസനകളുടെ ഫലമായി മനുഷ്യജീവന് അത്ര എളുപ്പം സാധിക്കുകയുമില്ല. സസ്യവും ഉരകവും പറവയും മൃഗവുമായി അസംഖ്യങ്ങളായ ശരീരങ്ങളിൽ വസിച്ചു നടത്തിയ അസംഖ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ജീവൻ സമ്പാദിച്ച അറിവും വാസനകളും മനുഷ്യനിൽ കാണുന്ന പരിഷ്കൃത നിയമത്തിൻ്റെതായ പരിചയവും കാഴ്ചപ്പാടുകളും ഉള്ള എന്തെങ്കിലും അല്ലാത്തതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള ജീവനുകൾക്ക് ഉന്നത ജീവനുകളാൽ സാധ്യമാക്കിയ നിയമങ്ങൾക്ക് ഒത്ത് വേണ്ടവിധം മുന്നേറുന്നതിന് പ്രാപ്തിയില്ലാത്തതായി വരികയും ചെയ്യുന്നു. ജീവനും മനസ്സുമാകുന്ന അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിയന്ത്രണത്തിൻ്റെ കൃത്യത എന്നതായാണ് കുടുംബം എന്ന ബന്ധത്തെ സൂക്ഷ്മവശത്തുകൂടെ നോക്കുമ്പോൾ കാണാനാവുക. മനസ്സും ജീവനും ശരീരം കൊണ്ട് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നതും ധാരാളമായ ഊർജവിനിയോഗം ആവശ്യമുള്ളതുമായ എത്രയെത്ര പ്രവർത്തന മണ്ഡലങ്ങളെ കുടുംബം എന്ന പദ്ധതിയിലൂടെ സ്വജീവന്റെ ഗുണത്തിനായി ഇണക്കി യോജിപ്പിച്ച് നിർത്തുന്നതിന് സാധ്യമാകുന്നുവെന്ന് ചിന്തിച്ച് വ്യക്തതയുണ്ടാക്കാവുന്നതാണ്. ഏതുതരം പ്രവർത്തനവും ജീവശേഷിയുടെ യോഗ്യതയോ അയോഗ്യതയോ ആയിത്തീരുന്നു എന്നതുകൊണ്ട് ഉന്നത സങ്കല്പത്തിൽ അധിഷ്ഠിതമായ നിഷ്ഠയോടെയുള്ള പ്രവർത്തനങ്ങൾ ജീവനെ ശേഷിയുള്ളതും വികാസം പ്രാപിക്കുന്നതും അറിവുള്ളതുമാക്കി വളർത്തിയെടുക്കുന്നുവെന്ന് കാണാനാവുന്നു. പ്രപഞ്ചനിശ്ചയം എന്ന നിലയിൽ തന്നെ ഋതുഭേദങ്ങൾ, സാഹചര്യങ്ങൾ തുടങ്ങി സകലതുമടങ്ങിയ ഒരു മിതത്വ സമന്വയമായ ഭൂമിയാണ് ജീവന് പ്രവർത്തിക്കുന്നതിനായി പാകമായിരിക്കുന്നത്. പ്രവർത്തനതരമായി കാണുമ്പോൾ എല്ലാ യോഗ്യതകളും ഒത്തുചേർന്ന പ്രപഞ്ച നിശ്ചയത്തിനൊത്ത മിതത്വം എന്ന് ഭൂമിയുടെ അവസ്ഥയെ സങ്കല്പിക്കാനാവുന്നു. സൗരയൂഥത്തിൻ്റെ ഊർജകേന്ദ്രം സൂര്യനാണെങ്കിലും ഊർജവൈവിധ്യ സംഗമമായ ജീവന് ജീവി എന്ന നിലയിൽ സൂര്യനിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിലോ ഭൂമിയിൽ എന്നവണ്ണം പ്രവർത്തിക്കുന്നതിന് സാധ്യമാവുന്നില്ല. ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളായ പഞ്ചഭൂതങ്ങളും ഋതുക്കളും ഉൾപ്പെടെ സകലതിൻ്റെയും മിതത്വ സമന്വയമായി പരിഗണിക്കാവുന്ന ഭൂമിയിൽ വസിച്ചു പ്രവർത്തിക്കുന്ന ജീവന്റെ മിതത്വമാർന്ന പ്രവർത്തനം എന്ന നിയമവും പ്രവർത്തനത്തിൻ്റെ കാരണശക്തിയുടെ നിശ്ചയം തന്നെയാവുന്നു. ജീവനിൽ സംഭരിതമാവുന്ന ഊർജശേഷി അതിൻ്റേതായ മിതത്വത്തിൽ തന്നെ വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നും പൂർണ്ണശേഷി എന്നത് ഭൂമണ്ഡലത്തിന് പുറത്തു വരുന്ന ജീവശേഷിയുടെ പ്രവർത്തനമായും ഊർജപ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് കാണാനാവുന്നു. ജീവശേഷിക്കും പ്രവർത്തനശേഷിക്കും ആനുപാതികമായി മാത്രം ഊർജവിനിമയം സാധ്യമാക്കേണ്ടതാണ് എന്ന് അറിയുന്നതുകൊണ്ടുതന്നെ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയുന്നവർ ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിനായി തലമുറകളിലൂടെ മാർഗദർശനം എന്ന സൂക്ഷ്മതരമായ ഊർജവിനിമയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാർഗദർശനം എന്ന മനസ്സു തന്നെ തലമുറകളെ ക്രമീകരിക്കുന്നതും സംസ്കാരത്തെ തനതായ നന്മയോടും കൂടി വലുപ്പപ്പെടുത്തുന്നതുമായ നിർമ്മാണശേഷിയുമാകുന്നു. ഉയർന്ന ജീവന്റെയും സൂക്ഷ്മാവസ്ഥയായ മനസ്സിൻ്റെയും ശേഷി പ്രാവർത്തികമായി സംസ്കാരമായി എപ്രകാരം പരിവർത്തനങ്ങൾ സാധ്യമാക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതുമാകുന്നു. ഉയർന്ന മനസ്സും ലക്ഷ്യബോധവുമായി മനുഷ്യരായി ജീവിച്ച് മരിച്ച് കാരണോർജമായി മാറുന്ന ജീവനുകളാണ് തലമുറകളുടെ നന്മയായി ആചാര്യന്മാരായി നിലകൊള്ളുന്നത്.